കർണാടകയിൽ മണ്ണിടിഞ്ഞ് കാണാതായ അർജുനായുള്ള തിരച്ചിൽ നിർണായക ഘട്ടത്തിൽ. സുറത്തുകല്ല് NITയിൽ നിന്നുള്ള വിദഗ്ധരുടെ നേതൃത്വത്തിൽ റഡാർ പരിശോധന തുടരുന്നു. സൈന്യത്തെ ഇറക്കണമെന്ന അർജുന്റെ കുടുംബം. പിന്നെ അവിടുത്തെ സംവിധാനങ്ങളിൽ വിശ്വാസം ഞങ്ങൾക്ക് കുറഞ്ഞു. ഒന്നുകിൽ പട്ടാളത്തിന് ഇറക്കുക, അല്ലെങ്കിൽ കേരളത്തിലെ സന്നദ്ധരായ ജനങ്ങളെ വിടാൻ വേണ്ടിയിട്ട് അത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സമ്മതം ഒരു കൊടുക്കുക. രക്ഷാപ്രവർത്തന മേഖലയിലെത്തിയ ലോറി ഉടമ മനാഫിനെ പോലീസ് മർദ്ദിച്ചെന്ന പരാതി. സംസ്ഥാനത്ത് വീണ്ടും നിപ ബാധ. മലപ്പുറം സ്വദേശിയായ 14-കാരനെ കോഴിക്കോട് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കുട്ടിക്ക് ചെള്ളുപനി സ്ഥിരീകരിച്ചു. മലപ്പുറം ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ അവലോകന യോഗം ചേർന്നു. എറണാകുളത്ത് 11 പേർക്ക് H1N1. സംസ്ഥാനത്ത് മഴയുടെ ശക്തി കുറയുന്നു. വടക്കൻ കേരളത്തിൽ 2 ദിവസം കൂടി മുന്നറിയിപ്പ്. പാലക്കാട് ചിറ്റൂർ പുഴയിൽ കുടുങ്ങിയ 3 കുട്ടികളെ രക്ഷപ്പെടുത്തി. നീറ്റ് പരീക്ഷയുടെ വിശദമായ ഫലം പ്രസിദ്ധീകരിച്ച നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. പ്രസിദ്ധീകരിച്ചത് പരീക്ഷാ കേന്ദ്രങ്ങൾ അടിസ്ഥാനമാക്കിയുള്ള ഫലങ്ങൾ. നടപടി സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം. ഇന്ത്യൻ ഫുട്ബോൾ ടീമിന് പുതിയ പരിശീലകൻ. സ്പാനിഷ് കോച്ച് മനോലോ മാർക്കസ് ചുമതലയേറ്റു. നിയമനം ഇഗോർ സ്റ്റിമാക്കിനെ പുറത്താക്കിയതിന് പിന്നാലെ.